എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല നാടൻ കോഴിക്കറിയുടെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണോളം ഉലുവയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ സവാള ആവുന്നത് വരെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, കുറച്ച് പെരിഞ്ചീരകം കൂടെ ചതച്ചെടുക്കുക. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, അതും ചേർക്കുക. കൂടെ 2 തക്കാളിയും ഒരു 2-3 പച്ചമുളകും എരിവിനനുസരിച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഈ മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ചിക്കൻ ചേർക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇനി അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അടച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് എടുക്കുക. ഇപ്പോൾ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുറുകി വെന്ത് പീസസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോ 1/4 കപ്പോ തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്യരുത്, അത് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കണം, അത് മസ്റ്റാണ്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഗരം മസാല, മല്ലിയില അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതായാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ വയ്ക്കുന്ന നാടൻ കോഴിക്കറി. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.